ഹായ് മോളെ. എന്താ ചെയ്യുന്നേ? സുഖമല്ലേ? എന്തെടുക്കുമായിരുന്നു? മോള് കഴിച്ചായിരുന്നോ? സംസാരിച്ചോ? ഹലോ. ഹായ് ദുർഗ, സുഖാണോ? സുഖായിരിക്കുന്നു. ഇവിടെ കിച്ചണിൽ കുറച്ച് പണിയില്ല. നിങ്ങൾ സംസാരിക്കും. നടക്കട്ടെ. ദുർഗേച്ചറി കൂടെ കിച്ചണിലാണോ? അച്ഛൻ ഓഫീസിലാ. പപ്പയെ മിസ് ചെയ്യുന്നുണ്ടോ? വേറെന്താ? താര. ഹായ് മോളെ. താര, പോണിങ്ങതാ. ഹായ് മോളെ. മോൾക്ക് ആന്റി അറിയോ? ആന്റി മോൾക്ക് കുറേ ഗിഫ്റ്റ് ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. എന്താ? അച്ഛന്റെ കയ്യിൽ ഫോൺ കൊടുക്കാനാണോ? അതെന്താ? മോൾക്ക് എന്നെ ഇഷ്ടായില്ലേ? ഹായ് പൂർണിമ. ഹായ് ദുർഗ. ദുർഗ, ഇനി ഇത് ആവർത്തിക്കരുത്. അത് പിന്നെ ചേച്ചി, ഞാൻ വേണ്ട, കൂടുതലൊന്നും എനിക്ക് കേൾക്കണ്ട. ഞാൻ ധ്വനിക്ക് ഫോൺ കൊടുക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം അവൾ ആ കോള് ചെയ്യണ്ടെന്നുള്ളത് തന്നെയാ. അങ്ങനെയല്ല, ആ പെരുമാറ്റം അഭിനയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എടി നീരജ, ഇപ്പൊ അവൾക്കുള്ള ഈ അകൽച്ചയ്ക്കും ദേഷ്യത്തിനുള്ള കാരണം ആരാ? ആ താരയാ. താരയും സഞ്ജയുമായിട്ടുള്ള സൗഹൃദം പൂർണിമയ്ക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അതെ, ഫോണില് താരയെ കണ്ടപ്പോഴാ പൂർണിമയ്ക്ക് കലി കയറിയത്. ഇല്ലേ? അതാണ്. നീ ഒരു കാര്യം ഓർത്തു നോക്കിയേ, പൂർണിമയുടെ മനസ്സിൽ സഞ്ജയ്ക്ക് സ്ഥാനം ഇല്ലെങ്കിൽ പിന്നെന്തിനാ താരയുമായിട്ടുള്ള സഞ്ജയുടെ അടുപ്പം പൂർണിമയ്ക്ക് ദേഷ്യം തോന്നിപ്പിക്കുന്നത്? ശരിയാണല്ലോ. എടി, അതാണ് ഞാൻ പറഞ്ഞത്. അവളുടെ മനസ്സിലെ ഇപ്പോഴും സഞ്ജയുടെ നല്ല സ്നേഹമുണ്ട്. പക്ഷേ നമ്മൾ ഇപ്പൊ ഒന്ന് വിചാരിച്ച അത് സഞ്ജയടുത്തുള്ള വൈരാഗ്യമാക്കി മാറ്റാൻ സാധിക്കും. എങ്ങനെ? ഒരു പെണ്ണ് അവള് സ്നേഹിക്കുന്ന പുരുഷനെ പൂർണ്ണമായിട്ട് മനസ്സിൽ നിന്ന് കളയണമെങ്കിൽ അവനും മറ്റൊരു സ്ത്രീയുമായിട്ട് ബന്ധമുണ്ടെന്ന് അവക്ക് ബോധ്യപ്പെടണം. അതിനെ സഞ്ജയ്ക്ക് താരയോട് ബന്ധമുണ്ടെന്ന് നമ്മൾ പൂർണിമയെ പല രീതിയിൽ പറഞ്ഞു വിശ്വസിപ്പിക്കണം. വസുമതിയും കൂടി ഇരിക്കേ. അഷിതയ്ക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് കുറച്ചു ദിവസമായില്ലേ? ഞാൻ വിളമ്പിത്തരാം. വേണ്ട ചേച്ചി, ചേച്ചി കഴിക്ക. ആഷിക്ക് എന്തൊക്കെയാ വേണ്ടെന്ന് എനിക്കല്ലേ അറിയൂ. ഞാൻ കഴിച്ചോളാം അമ്മേ. അമ്മയും കൂടി ഇരിക്കെ. പിന്നെ അമ്മയോട് വന്നത് ജോലി ചെയ്യാനല്ലല്ലോ, അല്ലെങ്കിലും അടുക്കള കാര്യങ്ങളും മറ്റും നോക്കാനായിട്ട് ഇവിടെ ദുർഗയുണ്ടല്ലോ, അവള് ചെയ്തോളൂ. അത് അശി പറഞ്ഞത് ശരിയാ. ഇവരിവിടെ നിൽക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം വേണമല്ലോ. ദുർഗ അതിന് ഇവിടുത്തെ വേലക്കാരിയൊന്നുമല്ല. ദുർഗയുടെ മര്യാദ കൊണ്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ദുർഗയുടെ ഉത്തരവാദിത്വമൊന്നും ആവുന്നില്ല. ജോലി ചെയ്യുന്നതിന് എനിക്ക് മടിയൊന്നുമില്ല. ഇതും എന്റെ വീടായി തന്നെയാണ് ഞാൻ കാണുന്നത്. അങ്ങനെ വേണം മോളെ.
ഏതായാലും ഇന്നത്തെ കറികൾക്കൊക്കെ വളരെ നല്ല ടേസ്റ്റ് ഉണ്ട്. അതെ, ദുർഗ വന്നതിന് ശേഷം വീട്ടിലെ ഭക്ഷണത്തിനൊക്കെ ഒരു പ്രത്യേക രുചിയാ. അതെ, ദുർഗമോള് ഭക്ഷണം ഉണ്ടാക്കുന്നത് അവളുടെ സ്നേഹം കൂടി ചേർത്തിട്ടാ അല്ലേ മോളെ? ആ, ഇതിപ്പോ ഇത്ര കാര്യമാക്കാൻ എന്താ ഇരിക്കുന്നെ? പിന്നെ ഒരു കാര്യം ശരിയാ, ഒരു പാചകക്കാരിക്ക് വേണ്ട മിനിമം രുചിയൊക്കെ ഇവളുടെ ഭക്ഷണത്തിലുണ്ട്. അങ്ങനെ പറയരുത്. ഒരാള് സ്നേഹത്തോടെ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് ഒരു പ്രത്യേക രുചി തന്നെ ആയിരിക്കും, അല്ലേ ദുർഗെ? അതെ, സ്നേഹമായാലും ശത്രുതയായാലും മനസ്സിൽ നിന്നാകുമ്പോ അതിന് ശക്തി കൂടുതലായിരിക്കും. ശത്രുതയോ? നിനക്കിവിടെ ആരോടെ ശത്രുത? അല്ലെങ്കിലും നീ ഇവിടെ വലിഞ്ഞു കയറി താമസിക്കുന്നത് എന്തോ മനസ്സിൽ കണ്ടിട്ടാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാൻ അങ്ങനെയൊന്നും അല്ല ചെറിയമ്മേ പറഞ്ഞത്. ഹോ, നീ കൂടുതൽ തത്വം ഒന്നും പറയാതെ കറി ഇങ്ങോട്ട് വിളമ്പ്. മതി. അഷിതയുടെ ഭക്ഷണത്തിന്റെ കാര്യത്തില് നല്ല ശ്രദ്ധ വേണമെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. മോൻ ടെൻഷൻ ആവണ്ട, ഞാൻ വന്നില്ലേ. ഇനി വേണ്ടതൊക്കെ കൃത്യമായി ഞാൻ ദുർഗയെ കൊണ്ട് റെഡിയാക്കി കൊടുത്തോളാം. അത് ശരിയാ. ഇനി വസുമതി തന്നെ അഷിതയുടെ ഭക്ഷണ കാര്യങ്ങളൊക്കെ നോക്കി ചെയ്തോണം. സ്വന്തം അമ്മമാര് പറയുമ്പോ അനുസരിക്കാനും കഴിക്കാനും മടി ഉണ്ടാവില്ലല്ലോ, അല്ലേ അഷി? അതെ അതെ.